വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മൈൽ സ്റ്റോൺ മമ്മീസ്. കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ്സിൽ ഫ്രാക്ഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിയർ ഫ്രണ്ട്സ്, ഫ്രാക്ഷൻസ് ആർ പാർട്ട് ഓഫ് എ ഹോൾ. നോക്കുക, ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഫ്രാക്ഷൻസ്. 6/3, 4, 3/4, 1/2, 5, 3/6. സോ ഇതൊക്കെ ഫ്രാക്ഷൻ്റെ എക്സാമ്പിൾസ് ആണ്. മെയിൻലി ഫ്രാക്ഷൻസ് ആർ ഡിവൈഡ് ഇൻറ്റു 3 ടൈപ്സ്. ദേ ആർ പ്രോപ്പർ ഫ്രാക്ഷൻസ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആൻഡ് മിക്സ്ഡ് ഫ്രാക്ഷൻ. നമ്മൾ മലയാളത്തിൽ പറയും സാധാരണ ഭിന്നം, വിഷമ ഭിന്നം ആൻഡ് മിശ്ര ഭിന്നം. നോക്കുക, 1/2 പ്രോപ്പർ ഫ്രാക്ഷനിൽ എഴുതിയിരിക്കുന്നത് 1/2 എന്നുള്ള ഫ്രാക്ഷൻ നോക്കുക. മുകളിൽ 1, താഴെ 2. അപ്പം മുകളിലത്തെ 1നെ നമ്മൾ ന്യൂമറേറ്റർ എന്ന് പറയും, താഴത്തെ 2നെ ഡിനോമിനേറ്റർ എന്നും പറയും. ഇവിടെ എഴുതിയിരിക്കുന്ന 1/2, 1 ന്യൂമറേറ്റർ, 2 ഡിനോമിനേറ്റർ. മലയാളത്തിൽ അംശവും ഛേദവും എന്ന് പറയും. ഓക്കെ, ദെൻ ഇംപ്രോപ്പർ ഫ്രാക്ഷന് നോക്കുക, 17/2. ഇപ്പോൾ പ്രോപ്പർ ഫ്രാക്ഷനും ഇംപ്രോപ്പർ ഫ്രാക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രോപ്പർ ഫ്രാക്ഷനിൽ ന്യൂമറേറ്ററിൻ്റെ വാല്യൂ ചെറുതായിരിക്കും, ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ വലുതായിരിക്കും. ഇംപ്രോപ്പർ ഫ്രാക്ഷനിൽ ന്യൂമറേറ്ററിൻ്റെ വാല്യൂ വലുതായിരിക്കും, ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ ചെറുതായിരിക്കും. മിക്സഡ് ഫ്രാക്ഷൻ നോക്കുക, മിക്സഡ് ഫ്രാക്ഷനിൽ ഒരു ഹോൾ നമ്പറും കാണും, പ്ലസ് ഒരു ഫ്രാക്ഷനും കൂടെ ചേരുന്നതാണ് മിക്സഡ് ഫ്രാക്ഷൻ. നമുക്ക് ഫ്രാക്ഷൻ്റെ കേസിൽ രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ റൂൾസ് ആണ് ഉള്ളതെന്ന് നോക്കാം. ഫോർ അഡീഷൻ, സപ്പോസ് 1/2 പ്ലസ് 2/2 ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണോ അല്ലയോ എന്നാണ്. ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ് ഇവിടെ, അപ്പോൾ ഇത് ഈസി ആയിട്ട് ആഡ് ചെയ്യാം. ഡിനോമിനേറ്റർ അതേപടി എടുത്ത് ഇടുക, എന്നിട്ട് ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യുക. 1 + 2 ദാറ്റ് ഈസ് 3. 3/2 എന്നുള്ളതായിരിക്കും ഇതിൻ്റെ ആൻസർ. സെയിം ലൈക്ക് ദാറ്റ് നമുക്കൊരു സബ്ട്രാക്ഷൻ നോക്കുക. 3/10 - 1/10. ഇവിടെ നോക്കുക, ഡിനോമിനേറ്ററിലും സെയിം വാല്യൂസ് ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം വാല്യൂസ് ആകുമ്പോൾ ഈസി ആയിട്ട് ആദ്യം തന്നെ ഡിനോമിനേറ്റർ അതുപടി എഴുതുക, ദെൻ ന്യൂമറേറ്ററിലെ വാല്യൂ തമ്മിൽ ഡയറക്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. 3 - 1 2. അപ്പോൾ ആൻസർ എത്രയാണ് കിട്ടിയത്? 2/10. അപ്പോൾ ഈ റൂളാണ് അഡീഷൻ്റെയും സബ്ട്രാക്ഷൻ്റെയും റൂള്. ഏത് കേസിൽ? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ജസ്റ്റ് ഡിനോമിനേറ്റർ അതേപടി എടുത്ത് എഴുതുക, എന്നിട്ട് ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യുക, ഓർ ന്യൂമറേറ്റർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് നമുക്ക് നോക്കുക, ഡിഫറെൻറ്റ് ഡിനോമിനേറ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാം നോക്കാം. ഫോർ എക്സാമ്പിൾ 1/4 + 2/3 ഇതൊരു ഫ്രാക്ഷനാണ്. പക്ഷേ ഇവിടെ നോക്കാം, ഇതിനകത്ത് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഡിനോമിനേറ്റർ തമ്മിൽ ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇതിൻ്റെ LCM കാണണം. LCM കാണാനായിട്ട് നമുക്ക് ഘടകക്രിയ ചെയ്യാം. 4ഉം 3, അതായത് ഡിനോമിനേറ്റേഴ്സിനെയാണ് നമ്മൾ ഘടകക്രിയ ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും ചെറിയ നമ്പേഴ്സ് വെച്ച് ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് നോക്കാം. 2 2s are 4, ദെൻ 3 പറ്റത്തില്ല. പിന്നെ നോക്കുക, എഗെയിൻ വി ആർ ഡിവൈഡിങ് ഇറ്റ് 2 1s are 2, 3 പറ്റത്തില്ല. പിന്നെ ലാസ്റ്റ് ഉള്ളത് 3 ആണ്, അത് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 1s are 3. അപ്പോൾ ഇവിടെ നോക്കുക, ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂസിനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് LCM കാണാൻ. അപ്പോൾ നമുക്ക് എന്തായിരിക്കും ആൻസറായിട്ട് വരുന്നത്? 2 × 2 × 3 ദാറ്റ് ഈസ് 4 × 3 12 ആണ് ഇതിൻ്റെ LCM ആയിട്ട് കിട്ടിയത്. LCM ഈസ് 12. ഓക്കെ, ഇനി നമുക്ക് കിട്ടിയ LCM 12. നമുക്ക് 12 താഴോട്ട് എഴുതുക. ഓക്കെ, എന്നിട്ട് ഈ കിട്ടിയ LCMനെ ഡിനോമിനേറ്റർ വെച്ചിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. അതല്ലെങ്കിൽ 1/4 × 12 + 2/3 × 12 ഇതാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ അതായത് ഈ ഓരോ ടേമിനെയും നമ്മൾ കിട്ടിയ LCM വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, 4 3s are 12, പിന്നെ 1 × 3 3 എന്ന് വരും, പ്ലസ് ഇവിടെ നോക്കുക 3 4s are 12, then 2 × 4 8 എന്ന് വരും. ദി ഹോൾ ഡിവൈഡഡ് ബൈ 12 ആണ് LCM. അപ്പോൾ ഇങ്ങനെ നോക്കുക, അപ്പോൾ ആൻസർ എന്തായിരിക്കും കിട്ടുക?
ദാറ്റ് ഈസ് 11 ഡിവൈഡഡ് ബൈ 12 എന്നുള്ളതായിരിക്കും ആൻസർ കിട്ടുന്നത്. നെക്സ്റ്റ് ഇതുപോലെ തന്നെ സബ്ട്രാക്ഷൻ്റെ വേറെ എക്സാമ്പിളോടെ നോക്കുക. ഇവിടെ ഡിനോമിനേറ്റർ തമ്മിൽ ഡിഫറൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 3/4 മൈനസ് 1/8. നമുക്ക് സബ്ട്രാക്ട് ചെയ്യാനാണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 4 and 8 ഇതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ LCM നമ്മൾ ആദ്യം ഘടകക്രിയ ചെയ്യുക. അപ്പോൾ നോക്കുക, ഏറ്റവും ചെറിയ നമ്പർ വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. 2 2s are 4, 2 4s are 8. Again we are divided by 2, 2 1s are 2, 2 2s are 4. Again ഇവിടെ 2 ഉണ്ടല്ലേ, സോ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. 2 1s are 2. ഈ ലെഫ്റ്റ് സൈഡിലെ നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈക്വൽ ടു 8 എന്നുള്ളതാണ് നമ്മുടെ LCM കിട്ടിയേക്കുന്നത് അല്ലേ. LCM ഈസ് 8. ഇനി നമ്മൾ എന്താണ് സ്റ്റെപ്പ് ചെയ്യുക, ഡിനോമിനേറ്ററിൽ ഈ LCM അതേപടി എഴുതുക. 2 മെത്തേഡ് ഉണ്ട്. ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ കിട്ടിയേക്കുന്നതിന് ഓരോ ഡിനോമിനേറ്ററിനും LCM വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ആ വാല്യൂ കിട്ടുന്ന ആൻസർ മേളത്തെ ന്യൂമറേറ്റർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഒരു മെത്തേഡ്. അതല്ലെങ്കിൽ ഇവിടെ തന്നെ എഴുതുക ഇങ്ങനെ 3/4 ഇൻറ്റു നമ്മുടെ LCM ഇവിടെ എന്താണ് 8 അല്ലേ. നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ചെയ്യാം. 4 2s are 8, 2 into 2 6. അപ്പോൾ അടുത്ത് 6 ആണ് അവിടെ വന്നത്. മൈനസ് നെക്സ്റ്റ് 1/8 അല്ലേ, 1/8 ഇൻറ്റു 8, 8ഉം 8ഉം ക്യാൻസൽ ആയിപ്പോയി. പിന്നെ ഉള്ളത് 1 ആണ്. 6 മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 8, കാരണം 8 ആണ് LCM, അത് ഡിനോമിനേറ്ററിൽ എഴുതുക. പിന്നെ ആൻസർ എന്താണ് 5/8 എന്നുള്ളതായിരിക്കും ആൻസർ. ഇത് നിങ്ങൾക്കുള്ള ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ആൻസേഴ്സ് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈൽസ്റ്റോൺ മമ്മീസ്. ദൂരസിഞ്ചിതം പൊഴിയും